അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും പ്രധാനം സംസാരത്തിൽ മാന്യത ആവശ്യമാണ്, സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയയ്ക്ക് മടി വേണോ? എന്റെ ഏക ചോദ്യം ഇതാണ്. അതായത് സംസാരത്തിന് മാന്യത വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യതയും മയവും മിതത്വവും പുലർത്തണം. ഇത് ആർക്കും വിരോധമില്ല. പകരം ഇതേപോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ താങ്കളോട് ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ മലയാളികളിൽ ഒരാൾക്കെങ്കിലും, ഇത് എന്റെ വാക്കുകളല്ല, ഫറാഷിബിലയുടെ വാക്കുകൾ എടുക്കുകയാണ്, കേർട്സി ഫറാഷിബിലയാണ്, ഹണി റോസ് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? ഇത്രയും ഓബ്വിയസ് ആണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങളെന്നിരിക്കെ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഹണി റോസിനെ വിമർശനത്തിന് അതീതയാണ്. ഹണി റോസ് പറയുന്ന കാര്യങ്ങളോടോ ഹണി റോസിന്റെ വസ്ത്രങ്ങളോടോ ഒരു വിമർശനം പാടില്ല, ഹണി റോസിന്റെ ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? അതുകൊണ്ട് ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് അവരോട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. രാഹുൽ, വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. വസ്ത്രധാരണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഭരണഘടന ഉറപ്പു തരുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമാണ്. ആ വസ്ത്രത്തിന് സഭ്യതയുടെയും മാന്യതയുടെയും അളവുകളില്ലേ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഞാൻ താങ്കളോട് നെഗറ്റീവായിട്ടല്ല, താങ്കൾ സ്വന്തം മനസ്സിൽ കൈവച്ച് പറയുക. ഹണി റോസ് വസ്ത്രം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളി ഉണ്ടോ? താങ്കൾ ആ കൂട്ടത്തിലാണോ? ഹണി റോസിന്റെ വസ്ത്രധാരണവും അവരുടെ ഇനോഗ്രേഷന് പോകുന്ന പരിപാടികളും അവരുടെ വീഡിയോകളും വ്യത്യസ്ത ആംഗിളുകളിലുള്ള വൾഗർ ഫോട്ടോകളും ചോദ്യം ചെയ്യപ്പെടാനും വിമർശിക്കാനും ഒരിക്കലെങ്കിലും എന്തായാലും താങ്കളുടെ മറുപടി പോലും വ്യക്തമാണ്. താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് താങ്കളുടെ മറുപടിയിൽ പോലും വ്യക്തമാണ്. റൈറ്റില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, ഹണി റോസിന്റെ വസ്ത്രധാരണം പ്രശ്നമാണ് എന്ന് താങ്കൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? യെസ് ഓർ നോ? തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെങ്കിൽ താങ്കൾ അദ്ദേഹത്തിന്റെ പരിപാടി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഹണി റോസിന്റെ പരിപാടികളോ ഹണി റോസിന്റെ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വസ്ത്രധാരണത്തിന് സഭ്യത വേണമെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ നമുക്കല്ലേ ഇരുട്ടാകൂ, ലോകത്തിന് ഇരുട്ടാകില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തിനോട് എനിക്ക് ബഹുമാനപുരസം ചോദിക്കാനുള്ളത്, ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഏക പോയിന്റ് വസ്ത്രധാരണത്തിന് സഭ്യത വേണം. ഇത് ഹണി റോസിന് മാത്രമല്ല, അമല പോൾ മറ്റൊരു പ്രഗത്ഭയായ നടിയാണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആണ്. അമല പോൾ ഒരു കോളേജിൽ പോയി വളരെ റിവീലിംഗ് ആയിട്ടുള്ള എന്താ പറയുക നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഇതാണ്. അത് കോളേജിൽ എങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഈ സഭ്യതയ്ക്കും മാന്യതയ്ക്കും വേണം. പൊതുമേഖലകളിൽ പോകുമ്പോൾ, പൊതുവേദികളിൽ പോകുമ്പോൾ സഭ്യതയും മാന്യതയും വസ്ത്രത്തിന് വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ഒന്ന്, ഇനി ഹണി റോസ് പറയുന്നുണ്ട് അമ്പലത്തിൽ വരുമ്പോ അല്ലെങ്കിൽ നോക്കി വരുമ്പോൾ വസ്ത്രം ധരിച്ചോളാം എന്ന്. ഞാൻ അത് അവരോട് ബഹുമാനപുരസ്സരം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അമ്പലത്തിലെ ഡ്രസ് കോഡാണ്. അമ്പലമാകട്ടെ, വിശുദ്ധമായ പള്ളിയാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ആകട്ടെ, എല്ലാ സ്ഥലത്തിലും മിതവും മോഡസ്റ്റും, അത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. മോഡസ്റ്റ് ആകണം, മിതത്വം ഉണ്ടാകണം, സഭ്യമാകണം. വാക്കുകളിലും സഭ്യത വേണം, വസ്ത്രധാരണത്തിലും സഭ്യത വേണം. വാക്ക് പറയുമ്പോഴും മാന്യത വേണം, വസ്ത്രധാരണത്തിലും സഭ്യത വേണം. അങ്ങനെ അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും പ്രധാനം സംസാരത്തിൽ മാന്യത ആവശ്യമാണ്, സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയയ്ക്ക് മടി വേണോ? എന്റെ ഏക ചോദ്യം ഇതാണ്. അതായത് സംസാരത്തിന് മാന്യത വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യതയും മയവും മിതത്വവും പുലർത്തണം. ഇത് ആർക്കും വിരോധമില്ല. പകരം ഇതേപോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ താങ്കളോട് ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ മലയാളികളിൽ ഒരാൾക്കെങ്കിലും, ഇത് എന്റെ വാക്കുകളല്ല, ഫറാഷിബിലയുടെ വാക്കുകൾ എടുക്കുകയാണ്, കേർട്സി ഫറാഷിബിലയാണ്, ഹണി റോസ് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? ഇത്രയും ഓബ്വിയസ് ആണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങളെന്നിരിക്കെ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഹണി റോസിനെ വിമർശനത്തിന് അതീതയാണ്. ഹണി റോസ് പറയുന്ന കാര്യങ്ങളോടോ ഹണി റോസിന്റെ വസ്ത്രങ്ങളോടോ ഒരു വിമർശനം പാടില്ല, ഹണി റോസിന്റെ ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? അതുകൊണ്ട് ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് അവരോട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. രാഹുൽ, വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. വസ്ത്രധാരണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഭരണഘടന ഉറപ്പു തരുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമാണ്. ആ വസ്ത്രത്തിന് സഭ്യതയുടെയും മാന്യതയുടെയും അളവുകളില്ലേ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഞാൻ താങ്കളോട് നെഗറ്റീവായിട്ടല്ല, താങ്കൾ സ്വന്തം മനസ്സിൽ കൈവച്ച് പറയുക. ഹണി റോസ് വസ്ത്രം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളി ഉണ്ടോ? താങ്കൾ ആ കൂട്ടത്തിലാണോ?
ഹണി റോസിന്റെ വസ്ത്രധാരണവും അവരുടെ ഇനോഗ്രേഷന് പോകുന്ന പരിപാടികളും അവരുടെ വീഡിയോകളും വ്യത്യസ്ത ആംഗിളുകളിലുള്ള വൾഗർ രാഹുൽ, ഹണി റോസിന്റെ വസ്ത്രധാരണം അത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദ്യം ചെയ്യപ്പെടാനും വിമർശിക്കാനും ഞാൻ ആരുമല്ല. ഒരിക്കലെങ്കിലും എന്തായാലും താങ്കളുടെ മറുപടി പോലും വ്യക്തമാണ്. താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് താങ്കളുടെ മറുപടിയിൽ പോലും വ്യക്തമാണ്. ില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹണിറോസിന്റെ വസ്ത്രധാരണം പ്രശ്നമാണ് എന്ന് താങ്കൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? യെസ് ഓർ നോ? തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെങ്കിൽ താങ്കൾ അദ്ദേഹത്തിന്റെ പരിപാടി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഹണി റോസിന്റെ പരിപാടികളോ ഹണി റോസിന്റെ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വസ്ത്രധാരണത്തിന് സഭ്യത വേണമെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ നമുക്കല്ലേ ഇരുട്ടാകൂ, ലോകത്തിന് ഇരുട്ടാകില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തിനോട് എനിക്ക് ബഹുമാനപുരസം ചോദിക്കാനുള്ളത്, ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഏക പോയിന്റ് വസ്ത്രധാരണത്തിന് സഭ്യത വേണം. ഇത് ഹണി റോസിന് മാത്രമല്ല, അമല പോൾ മറ്റൊരു പ്രഗത്ഭയായ നടിയാണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആണ്. അമല പോൾ ഒരു കോളേജിൽ പോയി വളരെ റിവീലിംഗ് ആയിട്ടുള്ള എന്താ പറയുക നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഇതാണ്. അത് കോളേജിൽ എങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഈ സഭ്യതയ്ക്കും മാന്യതയ്ക്കും വേണം. പൊതുമേഖലകളിൽ പോകുമ്പോൾ, പൊതുവേദികളിൽ പോകുമ്പോൾ സഭ്യതയും മാന്യതയും വസ്ത്രത്തിന് വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ഒന്ന്, ഇനി ഹണി റോസ് പറയുന്നുണ്ട് അമ്പലത്തിൽ വരുമ്പോ അല്ലെങ്കിൽ നോക്കി വരുമ്പോൾ വസ്ത്രം ധരിച്ചോളാം എന്ന്. ഞാൻ അത് അവരോട് ബഹുമാനപുരസ്സരം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അമ്പലത്തിലെ ഡ്രസ് കോഡാണ്. അമ്പലമാകട്ടെ, വിശുദ്ധമായ പള്ളിയാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ആകട്ടെ, എല്ലാ സ്ഥലത്തിലും മിതവും മോഡസ്റ്റും, അത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. മോഡസ്റ്റ് ആകണം, മിതത്വം ഉണ്ടാകണം, സഭ്യമാകണം. വാക്കുകളിലും സഭ്യത വേണം, വസ്ത്രധാരണത്തിലും സഭ്യത വേണം. വാക്ക് പറയുമ്പോഴും മാന്യത വേണം, വസ്ത്രധാരണത്തിലും സഭ്യത വേണം. അങ്ങനെ